ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് ശേഷവും ബലിതർപ്പണം തുടരുകയാണ്. പതിനായിരക്കണക്കിന് ആളുകളാണ് മണപ്പുറത്ത് ശിവരാത്രി ആഘോഷത്തിനും ബലിതർപ്പണത്തിനുമായി എത്തിയത്. ആസിഫ് മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ആസിഫ്, എത്തരത്തിലാണ് ക്രമീകരണങ്ങൾ? എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? വലിയ തിരക്കുണ്ടോ? തീർച്ചയായും നമുക്കറിയാം, ഇന്നലെ രാത്രിയിലടക്കം പതിനായിരക്കണക്കിന് ആളുകളാണ് ആലുവ മണപ്പുറത്ത് എത്തി ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതിൽ വലിയൊരു വിഭാഗം ആളുകൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബലിതർപ്പണ ചടങ്ങുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ശിവരാത്രി വിളക്കിന് ശേഷമാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. അതൊരു പുലർച്ചെ വരെ അത് വലിയ രീതിയിൽ ഇവിടെ നീണ്ടുനിന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്കിപ്പോൾ പാലത്തിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കാരണം ഇന്നലെ വന്ന് ഈ ശിവരാത്രി ദിനം ആഘോഷിക്കാൻ എത്തിയ ആളുകൾ ഇപ്പോൾ ക്ഷേത്ര ദർശനം കൂടി നടത്തി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മടങ്ങുന്നവരുടെ ഒരു വലിയ തിരക്ക് കാണാം. അതോടൊപ്പം തന്നെയാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നവരുടെ ഒരു തിരക്ക് ആലുവ പുഴയുടെ തീരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പതിനായിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് തമ്പടിച്ചിരുന്നത്. അതിന് അവർക്ക് രാത്രി തന്നെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നടത്താൻ ആവശ്യമായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 116 ബലിത്തറകളാണ് മണപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്. അത് ഇപ്പോഴും അവിടെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 75 രൂപ നിരക്ക് നിശ്ചയിച്ചുകൊണ്ടാണ് ഈ ബലിതർപ്പണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ലഘുഭക്ഷണവും വെള്ളവുമെല്ലാം നൽകുന്ന അടക്കമുള്ള സജ്ജീകരണങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അമാവാസി തർപ്പണവും ആരംഭിക്കുമെന്നുള്ളതാണ്. അതായത് 8:30 മുതലാണ് അമാവാസി തർപ്പണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ അമാവാസി നാളായ ഇന്ന് ഈ ബലിതർപ്പണം തുടരാൻ കഴിയും. അതുകൊണ്ട് 8:30 കൂടി അമാവാസി തർപ്പണത്തിന്റെ ഭാഗമായി ആളുകൾ എത്തി അതും ബലിതർപ്പണത്തിന് നടത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി മുഴുവൻ ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ ഈ മണപ്പുറം മുഴുവൻ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതിന് ശേഷം പുലർച്ചെ സൂര്യോദയത്തിന് പിന്നാലെ ആളുകൾ ക്ഷേത്ര ദർശനം നടത്തി ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകളാണ് ആലുവ മണപ്പുറത്തേക്ക് ഇന്നലെ എത്തിയിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആരംഭിച്ച ബലിയിടലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ അതിനാവശ്യമായുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, സാധാരണഗതിയിൽ 10,000-കണക്കിന് ആളുകൾ ഇവിടെ ബലിയിട്ട് പോകുന്നതാണ്. പക്ഷേ അപ്പോൾ അധികം സമയമാകുന്നതിന് മുമ്പ് തന്നെ ഈ വാഴയിലകളും മറ്റും പെട്ടെന്ന് തന്നെ മാറ്റം ചെയ്യാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ അടക്കം ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ അത് ആളുകൾക്ക് സുഗമമായി തന്നെ ഇവിടെ ബലിതർപ്പണം നടത്തി പോകാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും മറ്റ് ബോട്ടുകളും മറ്റും ഇവിടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1500 പോലീസുകാരാണ് ഇവിടെ ഈ ഒരു ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത്. അങ്ങനെ സുഗമമായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനും ശിവരാത്രി ആഘോഷിക്കാനും ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ 100 കണക്കിന് വരുന്ന വിശ്വാസികൾ ആലുവ പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി ഇങ്ങനെ ബലിതർപ്പണം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനി പക്ഷേ അത് സമയം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ്. കാരണം അമാവാസി തർപ്പണം കൂടി ഉള്ളത് കൊണ്ട് തന്നെ 8:30 കൂടി അമാവാസി തർപ്പണം കൂടി ആരംഭിക്കുന്നതോട് തന്നെ ബലിയിടുന്ന ചടങ്ങുകൾ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിന് സമാനമായി തന്നെ മറ്റ് ശിവക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ ആലുവയിലാണ് ഇത്രത്തോളം ആളുകൾ വരികയും ഈ ബലിയിടുവാനും ശിവരാത്രി ആഘോഷത്തിനുമായി തമ്പടിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത ആലുവയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കാളകൂട വിഷം പാനം ചെയ്ത ശിവന് ആപത്തുണ്ടാകാതിരിക്കാൻ പാർവതിയും ഭൂതഗണങ്ങളും ഉറക്കമുഴച്ച സ്തുതികൾ ചൊല്ലിയ രാത്രിയായാണ് ശിവരാത്രിയെ കണക്കാക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ബ്രഹ്മാവുമായി ബന്ധപ്പെട്ട മറ്റ് ഐതിഹ്യം ഉണ്ടെങ്കിൽ പോലും ആ ഐതിഹ്യമാണ്, അതായത് ശിവന് വേണ്ടി പ്രാർത്ഥിച്ച പാർവതി ദേവിയും ഭൂതഗണങ്ങളും ഉറക്കമുഴച്ചിരുന്ന രാത്രി, ആ രാത്രിയുടെ ഓർമ്മ പുതുക്കിയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത്രത്തോളം ആളുകൾ ഇങ്ങനെ ശിവരാത്രി മണപ്പുറത്തേക്ക് എത്തുന്നത്. ശിവക്ഷേത്രങ്ങളിൽ അന്ന് രാത്രിയിൽ തമ്പടിക്കുക എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് വിശ്വാസികൾ ഇങ്ങനെ എത്തുന്നത്. പക്ഷേ പണ്ട് മുതൽ തന്നെ ആലുവ മണപ്പുറത്തേക്കാണ് വലിയ രീതിയിൽ ആളുകൾ എത്തുക. കാരണം ഇവിടെ ഒരു സൗകര്യം, പെരിയാറിന്റെ തീരമാണ്, ഇത്രത്തോളം ആളുകൾക്ക് ഇവിടെ വിശാലമായ സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലുവ മണപ്പുറം ശിവരാത്രി ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രമായി മാറുന്നത്. എന്തായാലും ഇന്ന് ഈ മടങ്ങുന്ന ആളുകളുടെ ഒരു വലിയ തിരക്ക് നമുക്ക് ആ പാലം നോക്കിയാൽ കാണാം. പാലം തിങ്ങി നിറഞ്ഞ ആളുകൾ ഇങ്ങനെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10,000-കണക്കിന് ആളുകളാണ് ഒരു സ്ഥലത്തു കൂടി മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വീടുകളിലേക്കും മറ്റും മടങ്ങാൻ ആവശ്യമായുള്ള വിപുലമായ സജ്ജീകരണങ്ങളും കൂടി ആലുവയിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആസിഫ് മുഹമ്മദ്.